വയനാട് പനമരത്ത് വനം വകുപ്പ് ക്വാർട്ടേഴ്സിന് മുകളിൽ കയറി ആത്മഹത്യാഭീഷണി മുഴക്കിയ കർഷകനെ അനുനയിപ്പിച്ച് താഴെയിറക്കി. കീടനാശിനി കുപ്പിയുമായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കർഷകൻ CK കണ്ണനാണ് ആത്മഹത്യാഭീഷണി മുഴക്കിയത്. കാർഷിക വിളകളുടെ നഷ്ടം നിയമാനുസൃതം നൽകുമെന്ന് ചെതലയം റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, എന്തൊക്കെ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് ആ കർഷകന്? അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളാകെ അംഗീകരിച്ചിട്ടുണ്ടോ വനം വകുപ്പും അവിടുത്തെ കൃഷി വകുപ്പും ഒക്കെ? വിജയകുമാർ, അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലാണ്. ആ തോട്ടം കാണുമ്പോൾ നമുക്ക് തന്നെ പ്രയാസമാകും. വാഴകൾ ഒന്നൊന്നായി ഇങ്ങനെ തട്ടിയിട്ടിരിക്കുകയാണ് കാട്ടാന. ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഒരു കാഴ്ച കൂടി കാണിക്കുന്നത്, ആന വന്നു പോയതിൻ്റെ അടയാളങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. വാഴകൾ മൊത്തം ഒടിഞ്ഞ് തകർന്ന് കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇത് ആനപ്പിണ്ടമാണ്. ആന വന്നു പോയതിൻ്റെ അടയാളങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അദ്ദേഹം ഇതിന് മുകളിൽ നിന്ന്, അതായത് ആ വനംവകുപ്പിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ രേഖയുണ്ട്, ഇത് ഒന്നും നുണ പറയുകയല്ല, അത്ര വലിയ നഷ്ടം തനിക്കുണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ കണ്ണൻ തന്നെ നമ്മോടൊപ്പം ആ കാര്യങ്ങൾ പറയും. കാരണം ഇവിടുത്തെ ഒരു വയനാടൻ കർഷകന്റെ വിലാപം തന്നെയാണ് ഈ കാണുന്നത്. കാരണം അത്രമാത്രം വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ പല ഭാഗങ്ങളിലായി ഇങ്ങനെ വാഴകൾ ഒന്നൊന്നായി നശിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം എന്നുള്ള തരത്തിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്താനുള്ളൊരു കാരണം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എന്താണ് ലോൺ എടുത്തിട്ടുള്ള കൃഷിയാണ്. ലോൺ എടുത്തുള്ള കൃഷിയായതുകൊണ്ട് നമുക്ക് 5 ലക്ഷം ഉറുപ്പിയോളം ലോണുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ കൃഷി ചെയ്തിട്ട് അത് അടയ്ക്കാനുള്ള കണക്കുകളിലാണ് നമ്മൾ നിന്നത്. നിൽക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ആനയും പന്നിയും കൂടെ വന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. അതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ അതെ നമ്മളെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അല്ലാണ്ട് നമുക്ക് വേറെ ഒരു വഴിയില്ല. എന്നുവെച്ചാൽ ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എന്നിട്ട് ഞാൻ ഇത്രയും ലക്ഷങ്ങൾ ഉറുപ്പിക ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഭാഗം മാത്രമല്ല വിജയകുമാർ, നമുക്ക് അപ്പുറം കൂടി അതിന്റെ ഒരു മറുപുറം കൂടി കാണിക്കാനുണ്ട് ഈ തോട്ടത്തിന്റെ. കാരണം അത്രമാത്രം അവസ്ഥയാണ്. പന്നി, ആന, ഇത് ശരിക്കും ഒരു വേട്ടയാടി പോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം എന്നതിലേക്ക് എത്താനുള്ള കാരണം, ആ കാരണമാണ് കണ്ണൻ പറഞ്ഞത്. ഇതാണ് അവസ്ഥ. പല സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് ഉൾപ്പെടെ അദ്ദേഹം വായ്പ എടുത്തിട്ടുണ്ട്. അല്ലെ, വായ്പ വലിയ തോതിലുണ്ടോ? അതെ, 5 ലക്ഷം ഉറുപ്പിയോളം വായ്പ ഉണ്ട്. എന്നിട്ട് അത് ഇതിൽ നിന്ന് കിട്ടിയാലേ നമുക്ക് തിരിച്ചടക്കി അടവ് നടക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്നത്. അല്ലാണ്ട് ഇതിന് അപേക്ഷ വെച്ച് നമുക്ക് ഒരു 10,000-2,000 രൂപ കൊണ്ട് തന്ന് ഇവർ കണ്ണടക്കുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ അദ്ദേഹത്തിന്റെ അവസ്ഥ അത്രയും പ്രതിഷേധം വന്ന സത്യത്തിൽ ഈ ഷെഡിൽ നിന്ന് രാത്രി ഒരു 12-1 മണിക്ക് ആൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ആന വന്നത്. അയാൾ ഭക്ഷണം കഴിക്കാൻ പോയ ഭാഗ്യം അല്ല, അയാൾ ജീവനോട് പോയതിന്. അത് അവിടെ ഒരു ഷെഡ് കാണിക്കാൻ വിജയകുമാർ. കാരണം ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ നടവയലടക്കമുള്ള, പുഞ്ചവയലടക്കമുള്ള ഇത്തരം പ്രദേശങ്ങളിൽ, അമ്മാനി ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ നിരന്തരം കാട്ടാനകളുണ്ട്. അതിനെ വിള സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഷെഡിൽ രാപ്പകലില്ലാതെ കാവലിരിക്കുന്ന കർഷകരാണ് ഇവർ. ആ കർഷകരുടെ ഇവിടെ നിന്ന് നോട്ടം തെറ്റി ഇവിടെ നിന്ന് മാറിപ്പോയപ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ കാവലിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാരണം വളം വരെ മേടിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. എന്നിട്ട് അതുപോലെ ഇടാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കടമെടുത്താണ്. വളക്കടയിൽ പോയിട്ട് പനമരം ജിമ്മി എന്ന് പറഞ്ഞ ഒരാളെ അയാളെ കയ്യും കാലും പിടിച്ചിട്ട് കടമെടുത്തതാണ് വളം വരെ. അതാണ് എൻ്റെ അവസ്ഥ. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എന്തായാലും ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം എന്തൊരു അനുഭവമാണ് എന്നുള്ളത് നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും. കാരണം ഇവിടെ വന്ന് കിടന്ന് കാവലിരുന്ന് ഈ വിള സംരക്ഷിക്കുന്ന ഒരാളാണ്. ഒന്ന് നോട്ടം തെറ്റിയപ്പോൾ, അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ ആ സമയത്താണ് ഇങ്ങനെ വന്ന് കാട്ടാനകൾ വിളയാടിയിരിക്കുന്നത്. ഇതൊരു തുടർച്ചയായി മാറുന്നു. വയനാടൻ കർഷകന്റെ വിലാപം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക്, ആ ഒരു തരത്തിലേക്ക് വരാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. നിരവധി വാഴകളാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി ഇവിടെ കിടക്കുന്നത്. അതാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിഷേധം അവലംബിക്കാനുള്ള ഒരു മാർഗം. അങ്ങനെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ഇങ്ങനെ ഒരു റൗണ്ടപ്പിന്റെ കുപ്പിയും പിടിച്ച് ഒരു ആത്മഹത്യാ ശ്രമം എന്നുള്ള തരത്തിലേക്ക് അങ്ങനെ കയറിയത്. അനുനയിപ്പിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ചില ഓഫറുകൾ നൽകിയിട്ടുണ്ട്. ഈ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യം ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അല്പമെങ്കിലും ആശ്വാസമായി അദ്ദേഹം തിരിച്ച് ഇറങ്ങാനുള്ളൊരു മനസ്സ് കാണിച്ചത്. ഇവിടുത്തെ ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, കണ്ണന്റെ മാത്രം പ്രശ്നമല്ല ഇത്. ഇവിടുത്തെ കർഷകരെല്ലാം തന്നെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണിത് വിജയകുമാർ. യെസ്, നമ്മൾ അന്നദാതാക്കൾ എന്നൊക്കെ കർഷകരെ പറ്റി എപ്പോഴും ആലങ്കാരികമായി അലങ്കാരമൊക്കെ ചാർത്തി പറയാറുണ്ട്.
അത്തരം അന്നദാതാക്കളോട് എന്താണ് നമ്മളുടെ സമീപനം അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ സമീപനം എന്ന് വ്യക്തമാക്കുന്നതാണ് ആ കണ്ണൻ്റെ കൃഷിയിടത്തിലെ കാഴ്ചകൾ. സുർജിത്ത് അത് വിശദീകരിക്കുകയായിരുന്നു. അദ്ദേഹം മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യാഭീഷണിയൊക്കെ മുഴക്കി വനം വകുപ്പ് ഓഫീസർമാരുടെ വീടിന് മുകളിൽ കയറി പ്രതിഷേധിച്ചത്. ഇക്കാര്യത്തിലെ മാനദണ്ഡങ്ങൾ, ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളിലൊക്കെ കാലോചിതമായ മാറ്റം വേണമെന്ന് ഒരിക്കൽ കൂടി ഭരണകൂടങ്ങൾക്ക്, സർക്കാരിനൊക്കെ തോന്നേണ്ടതാണ്. ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അങ്ങനെ തോന്നുമോ എന്ന് നമുക്കറിയില്ല. താൽക്കാലിക പരിഹാരം മാത്രമായിരിക്കാം ഒരുപക്ഷേ ഇന്ന് കൊടുത്ത ഈ ഓഫറുകൾ, ഈ വാഗ്ദാനങ്ങൾ.